ഹായ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ആ ഒരു ഫിനാൻസിൻ്റെ ബ്രാഞ്ച് ചുമതല മുഴുവൻ ഏറ്റെടുത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് വേറെ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോവുക, വൈകുന്നേരം വരിക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇടട്ട് തുടങ്ങുകയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളെ ഈ കാനറ ബാങ്കിന്റെ ആപ്പ് AI1 എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാം. ലോൺ അടയ്ക്കാം, അതുപോലെ ഈ ആഭരണം വെച്ചതിന്റെ അടവടയ്ക്കാം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, പിന്നെ ബാലൻസിന്റെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യല്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് മെസ്സേജ് അതുപോലെ കോൾ എല്ലാം അലോ എടുത്ത് കയറുക. പിന്നെ നമ്മളെ സിം ഏതാണോ ആ സിം സെലക്ട് ചെയ്യുക. സിം സെലക്ട് ചെയ്തിട്ട് നമ്മളെ വൈഫൈയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളെ നോർമൽ ഡാറ്റയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സിം സെലക്ട് ചെയ്തതിന് ശേഷം ആ സിം ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത സിമ്മിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്രിയേറ്റ് പാസ്കോഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ ആപ്പിൻ്റെ ഇൻ്റർഫേസിൽ പോകും. പാസ്കോഡ് വീണ്ടും സെറ്റ് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഓക്കെ കൊടുക്കുക. ആക്ടിവേറ്റ് മൊബൈൽ ബാങ്കിങ് സർവീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിൽ നമ്മൾ MPIN ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം MPIN ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ കാർഡ് വഴി ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ പാസ്കോഡ് ആണെങ്കിൽ ബാങ്കിൽ പോകേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ ആധാർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കാർഡ് വഴി നോക്കി പക്ഷെ നടക്കും. കാർഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പറ്റില്ല. ആധാർ വഴി ചെയ്ത് നോക്കിയാൽ ആധാർ വഴി ചെയ്യുമ്പോൾ അതിൽ ആരാണോ ഓണർ അതിൻ്റെ കണ്ണിൻ്റെ ഓപ്ഷൻ വരും. ആ കണ്ണിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ വഴി അത് ആക്ടിവേറ്റ് ആവും. ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആക്ടിവേഷൻ ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തൊക്കെയാണ് ലോണുകൾ ഉള്ളതെന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ ഗോൾഡ് ലോൺ ഉണ്ട്, അതുപോലെ വേറെ വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഗോൾഡ് ലോണിൻ്റെ എമൗണ്ട് 1 ലാഖിൻ്റെ ആണ് ഇപ്പോൾ കാണുന്നത്. അതിൽ നമുക്ക് അടയ്ക്കേണ്ടതെന്ന് പറയുമ്പോൾ 1 ലാഖ് വെച്ചിട്ട് അടയ്ക്കാം. അല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് കസ്റ്റം എമൗണ്ട് ഒരു 5000 രൂപ വെച്ചിട്ട് അടയ്ക്കാം. അപ്പോൾ 5000 രൂപ വെച്ചിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിലവിൽ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളെ MPIN എന്താണോ ആ MPIN വെച്ചിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അതിൽ അടച്ചു കൊടുക്കാൻ പറ്റും.